ഗുഡ് മോർണിംഗ്. അപ്പം നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ പ്രത്യേകിച്ച് പണികളൊന്നും കിച്ചണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങുകയാണ് കേട്ടോ, ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും എന്നുള്ള പോലെ തന്നെ ഉണ്ടാവുക, പക്ഷേ മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നനച്ച് വരുമ്പോൾ. അപ്പം ഇന്ന് നോക്കുമ്പോൾ നമ്മളെ റോസിൽ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ ആയിട്ട് നല്ലപോലെ പൂവൊന്നും ഉണ്ടാവലില്ല, അതിന് മുട്ടിങ്ങനെ കരിഞ്ഞ് പോവുക ചെയ്യുക. അപ്പം എക്സൂഡോസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഉപയോഗിച്ചാൽ മതി എന്നെല്ലാവരും പറഞ്ഞു, പക്ഷേ എന്താ കിട്ടാത്തതിനെ കൊണ്ട് തന്നെ ഉപയോഗിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കോഴിക്കോട് ഫ്ലവർ ഷോക്ക് വാങ്ങിയിട്ടുള്ള ബോൾസ് ആയിരുന്നു കേട്ടോ, അതൊന്നും നല്ലോണം വാടി കിടക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പം ഈ ഒരു റോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വിടാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ചെടികളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഈ ഒരു മുളൻ്റെ ലീഫുമ്മലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അപ്പം ഇന്നലെ നനയ്ക്കുമ്പോൾ കണ്ടതാണ് ഞാൻ ഈ ഒരു ഇല, നമ്മുടെ ഒരു കലേഡിയത്തിൻ്റെ ഇതിൽപ്പെട്ടൊരു ലീഫ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പം എന്തോ ഒരു ഭംഗിയെ കാണാനെന്നറിയാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എന്താണ് അതിൻ്റെ ഒറ്റ ലീഫേ പൊന്തി വന്നിട്ടുള്ളൂ കേട്ടോ. പണ്ട് ഈ ചട്ടിയിൽ അതായിരുന്നു എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മണ്ണിൽ പെട്ടതായിരിക്കും. ഈ ചെടി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഇത്ര തന്നെ ഭംഗിയില്ല. പിന്നെ നമ്മൾ നന്ദ്യാർവട്ട ചെടികൾ നല്ലോണം പൂട്ടിട്ടുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഇവരൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് എന്തോന്നില്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ നമ്മളെ ചെമ്പരത്തി വിടർന്ന് വരുന്നുണ്ട്. എന്താ പറയുക, ഓരെന്തൊക്കെയോ നമ്മോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഒരു ഫീലാണല്ലോ ഈ ചെടീനെ കാണുമ്പോൾ. എനിക്കങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചെടികളെല്ലാം കാണുന്നതും അതിൽ പൂർണ്ണ നോക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഹാപ്പി സൺഡേ.